പ്രേതാലയം പോലെ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിലെ എൻക്വയറി കൗണ്ടറാണ്. ബിൽഡിംഗ് പണിഞ്ഞ് 10-15 വർഷത്തിന് മുകളിലായിട്ടും ഇതുവരെ ഈ ബിൽഡിംഗ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. ബസ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ലെന്ന് പറയുന്നതായിരിക്കും ശരി. ഇതിനകത്ത് മിക്കവാറുമുള്ള സ്ഥലങ്ങൾ ബാങ്കിനും കടക്കാർക്കുമൊക്കെ വാടകയ്ക്ക് കൊടുത്തു. ജനങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ ഒരു കസേര പോലും കൊടുത്തില്ല. ഈ ബസ്സൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അപ്പുറത്തൊരു തീപ്പെട്ടിക്കൂട് പോലത്തെ ബിൽഡിംഗ് ഉണ്ട്. സ്റ്റേഷൻ മാസ്റ്ററും ബാക്കിയുള്ളവർ ഇരിക്കുന്ന ഒരു തീപ്പെട്ടിക്കൂട് പോലത്തെ ഒരു ചെറിയ ബിൽഡിങ്ങിനകത്തിൽ ആൾക്കാരിരിക്കുന്ന ഒരു തകര ഷെഡിൽ. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പം വോൾവോ അല്ലെങ്കിൽ അതുപോലുള്ള ലോങ് റൂട്ട് ബസ്സൊക്കെ വേണമെങ്കിൽ ഈ ഓട്ടോ കിടക്കേണ്ട സൈഡിൽ കാണാൻ തകര ഷെഡിൽ ഇരിക്കണം. ആ ബസ്സിലൊക്കെ കയറി പോകണമെന്നുണ്ടെങ്കിൽ ഈ 15 കോടി മുടക്കി കെട്ടിടം അവിടെ നോക്കൂത്തിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്താണ് ഞാനിങ്ങനെ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ സ്റ്റെയറിൻ്റെ അതിലേ പോകുമ്പോഴത്തേക്ക് ഈ ബിൽഡിങ് പണിഞ്ഞിട്ട് ഇന്നേ വരെ തൂത്തിട്ടുണ്ടോയെന്ന് സംശയമാണ്. ആൾക്കാർ നടക്കുവാണെങ്കിൽ നടുഭാഗിച്ചിട്ട് വൃത്തിയായിട്ട് കിടക്കണം. അപ്പോഴേ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ വേസ്റ്റ് കിടക്കാൻ ചിലന്തേൽ പിടിച്ച് കിടക്കുന്നത് കണ്ടാലും അറിയാം. പലയിടത്തും ഗ്ലാസ്സൊക്കെ പൊട്ടി കയറിയിരിപ്പുണ്ട്. ഇതുവരെയും ബസ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. ഏകദേശം 15 കോടിക്ക് മേളിലും ഇത്രയും കൊണ്ടോ ഇത് ചിലവാക്കിയാണ് ഈ ബിൽഡിങ് പണിഞ്ഞേക്കുന്നത്. സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു പ്രയോജനമില്ലാത്ത ഈ ആർക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ബിൽഡിങ് പണിഞ്ഞേക്കുന്നു എന്ന് തന്നെ പറയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഹരിപ്പാട്ട് നിന്ന് ആലപ്പുഴയ്ക്ക് ബസ് യാത്ര ചെയ്തപ്പം ബസ് സ്റ്റാൻഡിൽ കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം ഞാൻ പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് മാത്രം ഞാൻ ഈ കണ്ട കുറ്റങ്ങളെല്ലാം ഞാൻ പറഞ്ഞത്. പിന്നെ നികുതി കൊടുക്കുന്ന ഓരോ വ്യക്തിക്കും നമ്മുടെ പൈസ കൊണ്ടുണ്ടാക്കിയ സാധനം കണ്ടമായി ഉപയോഗിക്കുമ്പോഴും നശിപ്പിച്ച് കളയുമ്പോഴും ചോദിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് എല്ലാവരോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.